നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ഈജിപ്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് മുഹമ്മദ് അൽ ബറാദിക്കെതിരെ രാഷ്ട്രവഞ്ചനാ കുറ്റത്തിന് കേസ്. സൈനിക അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് ഉർദുഗാൻ. ഇസ്രായേലിന്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്നും ഉർദുഗാൻ. അറസ്റ്റിലായ ബ്രദർഹുഡ് അധ്യക്ഷൻ മുഹമ്മദ് ബദീഇനെ തോറ ജയിലിലേക്ക് മാറ്റി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടി നൽകി രൂപയുടെ മൂല്യം വീണ്ടും താഴ്ന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ 63.25 ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് സ്വകാര്യ ബാങ്കുകൾ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിന്റെ വക്കിലെന്ന് വിദഗ്ധർ. രൂപയുടെ മൂല്യത്തകർച്ചയോടെ പ്രവാസികൾക്ക് കൂടുതൽ നിയന്ത്രണം. നികുതിയില്ലാതെ വലിയ TV സെറ്റുകൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള അനുവാദം പിൻവലിച്ചു. ബാഗേജ് വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. പ്രധാനമന്ത്രിക്കും സിവിൽ വ്യോമയാന മന്ത്രിക്കും നിവേദനം നൽകാൻ പ്രവാസികളുടെ തീരുമാനം. ഹജ്ജിന് സെപ്റ്റംബർ 21 തുടക്കമാവും. ആദ്യ സംഘം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. തിരക്ക് കുറയ്ക്കാൻ ഇക്കുറി തുനീഷ്യയിൽ നിന്ന് ഹാജിമാരില്ല. സഹനസമരം വർത്തമാനകാല സാഹചര്യത്തിൽ കുറ്റകരമായ മൗനമെന്ന് അമിതാഭ് ബച്ചൻ. പ്രസ്താവന തന്റെ പുതിയ ചിത്രമായ സത്യാഗ്രഹയുടെ റിലീസിംഗിന്റെ പശ്ചാത്തലത്തിൽ. വർത്തമാനകാല അഴിമതി വിരുദ്ധ സമരങ്ങൾ ചിത്രത്തിന്റെ പ്രമേയം. ഈജിപ്തിലെ സൈനിക അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് ഉർദുഗാൻ ആരോപിച്ചു. ആരോപണത്തിന് ആധാരമായി തെളിവുണ്ടെന്നും ഉർദുഗാൻ പറഞ്ഞു. അതിനിടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത ബ്രദർഹുഡ് അധ്യക്ഷൻ മുഹമ്മദ് ബദീഇനെ തോറ ജയിലിലേക്ക് മാറ്റി. താത്കാലിക അധ്യക്ഷനായി മഹമ്മൂദ് ഇസ്സത്തിനെ ബ്രദർഹുഡ് ചുമതലപ്പെടുത്തി. മുൻ ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഈജിപ്ത് കോടതി നാളെ പരിഗണിക്കും. തുർക്കിയിലെ ഭരണകക്ഷിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുടെ പരിപാടിയിൽ വെച്ചാണ് ഉർദുഗാൻ ഇസ്രായേലിനെതിരെ ആരോപണമുന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും മുസ്ലിം ബ്രദർഹുഡിന് അധികാരത്തിൽ തുടരാൻ കഴിയില്ലെന്ന് 2011 ഫ്രാൻസിൽ വെച്ച് ഇസ്രായേൽ നിയമകാര്യമന്ത്രി നടത്തിയ പ്രസ്താവന ഉർദുഗാൻ തെളിവായി ഉദ്ധരിച്ചു. Buna herkesin bir defa atılması gereken adımlar noktasında evet demesi gerekir. Ha demiyor. Eğer demezlerse tarihi bir sorumluluk süreci başlar ve tarihe bunun hesabını evet demeyenler hiçbir zaman veremeyeceklerdir. ഈജിപ്തിലെ സൈനിക അട്ടിമറിയെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്ര നേതാവാണ് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് ഉർദുഗാൻ. അതിനിടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത ബ്രദർഹുഡ് നേതാവ് മുഹമ്മദ് ബദീഇനെ മുൻ ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ താമസിപ്പിച്ചിരിക്കുന്ന തോറ ജയിലിലേക്ക് മാറ്റി. അക്രമത്തിന് പ്രേരിപ്പിച്ചതുൾപ്പെടെ 5 അറസ്റ്റ് വാറന്റുകളാണ് ഇദ്ദേഹത്തിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മുൻ ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഈജിപ്ത് കോടതി നാളെ പരിഗണിക്കും. മുബാറക്കിനെതിരായ ആരോപണങ്ങൾ പിൻവലിക്കുന്നതായി പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. ഈജിപ്തിലുള്ള ഫിലിപ്പീൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഫിലിപ്പീൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ തടങ്കലിൽ 38 ബ്രദർഹുഡ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി വീണ്ടും പ്രകടനങ്ങൾ നടന്നു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സൈന്യം പ്രക്ഷോഭകർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ആളപായത്തെക്കുറിച്ച് സൂചനയില്ല. രാജ്യത്ത് അൽ ജസീറ ഉൾപ്പെടെ വിദേശ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൈനിക ഭരണകൂടം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിൽ രാജിവെച്ച വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ബറാദിക്ക് മേൽ രാഷ്ട്രവഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു. വിചാരണ അടുത്ത മാസം നടക്കും. ഈജിപ്തിലെ സൈനിക ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു അൽ ബറാദി രാജിവെച്ചത്. രാജി തീരുമാനമാണ് വഞ്ചനാക്കുറ്റമായി അൽ ബറാദിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. കെയ്റോയിലെ ഹെൽവാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അൽ ബറാദിക്കെതിരെ പരാതി നൽകിയത്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിനെ അനുകൂലിച്ചതിന്റെ പേരിൽ സ്വദേശിയെ പള്ളിയിലെ ഖത്തീബ് ജോലിയിൽ നിന്നും നീക്കം ചെയ്തു. ട്വിറ്ററിലൂടെ സൈനിക നടപടികളെ വിമർശിച്ചു എന്നാരോപിച്ചാണ് ഷാഫി അൽ അജ്മി എന്ന ഖത്തീബിനെ മന്ത്രാലയം നീക്കം ചെയ്തത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജുമുഅ ഖുതുബകൾ നിർവഹിക്കുന്നത് വിലക്കിക്കൊണ്ട് അധികൃതർ നൽകിയ കത്ത് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മുർസി അനുകൂല റാലിയിൽ പങ്കെടുത്തതിന് 9 ഈജിപ്ഷ്യൻ സ്വദേശികളെ നാടുകടത്തിയതിന് തൊട്ടുപിറകെയാണ് ജുമുഅ ഖുതുബകളിൽ നിന്ന് ഷാഫി അൽ അജ്മിയെ വിലക്കിയതായുള്ള വാർത്ത വന്നിരിക്കുന്നത്. പള്ളി ഇമാമുമാരും ഖത്തീബുമാരും പ്രത്യേക പോലീസ് നിരീക്ഷണത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഷാഫി അൽ അജ്മി പോയ വാരം അമേരിക്കൻ എംബസിക്ക് മുന്നിൽ നടന്ന മുർസി അനുകൂലികളുടെ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ഈജിപ്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് $100 വീതം സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കടുത്ത ഷിയ വിരോധിയായ ഇദ്ദേഹം തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ നടത്തിയ പ്രസ്താവനകൾ പലതവണ വിവാദമായിരുന്നു. അതേസമയം മുർസി അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കെതിരെയും നാടുകടത്തൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പലരെയും പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മീഡിയ 1 കുവൈത്ത്. തങ്ങളുടെ റിപ്പോർട്ടർ അബ്ദുള്ള ഷമിയെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഈജിപ്തിനോട് അൽ ജസീറ ചാനൽ ആവശ്യപ്പെട്ടു. അബ്ദുള്ള അൽ ഷമിയുടെ ജീവന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഈജിപ്തിലെ സൈനിക സർക്കാരിനാണെന്ന് അൽ ജസീറ പറഞ്ഞു.
കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷമിയെ പട്ടാളം അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിട്ടുള്ള ഷമിക്ക് മേൽ കുറ്റമൊന്നും ഇതുവരെ ചുമത്തിയിട്ടില്ല. ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മജീദ് ലഹ്ലുവിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്തിയത്. പ്രദേശവാസിയായ ഒരാളെ അറസ്റ്റ് ചെയ്യാനാണ് തങ്ങൾ ക്യാമ്പിൽ പ്രവേശിച്ചതെന്നായിരുന്നു സൈന്യത്തിന്റെ വാദം. സൈന്യം ക്യാമ്പിലുള്ളവർക്കു നേരെ ഏകപക്ഷീയമായി വെടിയുതിർക്കുകയായിരുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വീഴ്ച. അതിന്റെ കഴിഞ്ഞ 6 ദിവസത്തെ ചിത്രം ഇങ്ങനെ. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടരുന്നു. ഇന്ന് ഡോളറിന് 64.13 എന്ന നിലയിലേക്ക് താഴ്ന്ന രൂപയെ പിടിച്ചു നിർത്താൻ അവധി വിപണിയിൽ കൂടുതൽ ഡോളർ ഇറക്കാൻ റിസർവ് ബാങ്ക് നിർബന്ധിതമായി. വ്യാപാരം അവസാനിക്കുമ്പോൾ ഒരു ഡോളറിന് 63.25 രൂപ എന്നതാണ് നില. തുടക്കത്തിൽ 300 പോയിന്റിലേറെ ഇടിഞ്ഞ ബോംബെ ഓഹരി വിപണി സൂചിക പിന്നീട് നില മെച്ചപ്പെടുത്തി. ഒരു ഡോളറിന് 63 രൂപ 13 പൈസ എന്ന നിലയിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ തന്നെ രൂപ 64-ന് താഴെയെത്തി. ഉച്ചയ്ക്ക് മുമ്പ് 1 രൂപയിലധികം ഇടിഞ്ഞതിനെ തുടർന്നാണ് അവധി വിപണിയിൽ കൂടുതൽ ഡോളർ ഇറക്കി റിസർവ് ബാങ്ക് ഇടപെട്ടത്. എന്നാൽ ഈ ഇടപെടൽ വരും ദിവസങ്ങളിലെ വീഴ്ച ഒഴിവാക്കാൻ പര്യാപ്തമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. രൂപയുടെ മൂല്യശോഷണം തടയാൻ സ്വർണത്തിന്റെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഫലം കണ്ടിട്ടില്ല. സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. The government, even though it acknowledges the seriousness in words, but in action, the government remains complacent. രൂപയുടെ മൂല്യം കുത്തനെയിടിഞ്ഞതിന്റെ ആഘാതം ആഭ്യന്തര വിപണിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് സ്വകാര്യ ബാങ്കുകൾ വർദ്ധിപ്പിച്ചു തുടങ്ങി. പൊതുമേഖലാ ബാങ്കുകളും വൈകാതെ ഈ വഴിക്ക് നീങ്ങുമെന്നാണ് സൂചന. ഇന്ധനവില വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ തയ്യാറാകുന്നതോടെ അവശ്യവസ്തുക്കളുടെ വില ഇനിയും വർദ്ധിക്കും. ബോംബെ ഓഹരി വിപണിയുടെ സൂചിക ഇന്ന് തുടക്കത്തിൽ 300-ലേറെ പോയിന്റ് ഇടിഞ്ഞ് 18,000-ന് താഴെയെത്തി. പിന്നീട് തിരിച്ചുവന്നെങ്കിലും ഇന്നലത്തെ അപേക്ഷിച്ച് 61 പോയിന്റ് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക 13.13 പോയിന്റ് താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രൂപയുടെ മൂല്യത്തകർച്ചയുടെ മറവിൽ പ്രവാസികൾക്കെതിരായ നീക്കവുമായി കേന്ദ്രം രംഗത്ത്. വലിയ ടെലിവിഷൻ സെറ്റുകൾ നികുതി കൂടാതെ ഇറക്കുമതി ചെയ്യാൻ നൽകിയ അനുമതിയാണ് കേന്ദ്രം പിൻവലിച്ചത്. ഈ മാസം 26 മുതൽ നിയമം നടപ്പിൽ വരുമെന്നിരിക്കെ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം പ്രവാസ ലോകത്ത് ശക്തമാണ്. LCD, LED, പ്ലാസ്മ ടിവികൾ വിമാനമാർഗം നികുതി കൂടാതെ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി പിൻവലിച്ച കേന്ദ്ര തീരുമാനം പ്രവാസ ലോകത്ത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. രൂപയുടെ മൂല്യ തകർച്ചയെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ ഉടനടിയുള്ള തീരുമാനം. എന്നാൽ പ്രതിവർഷം വൻതോതിലുള്ള വിദേശ നാണ്യം രാജ്യത്തിന് ഉറപ്പുവരുത്തുന്ന പ്രവാസി സമൂഹത്തിന് ചെറിയ തോതിലുള്ള ആനുകൂല്യം പോലും നൽകില്ലെന്ന നിലപാടാണ് തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രവാസി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് കേന്ദ്ര വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മക്ക് നിവേദനം കൈമാറി. വിദേശത്തു നിന്ന് വരുന്ന ഇന്ത്യക്കാർക്ക് ബാഗേജിനൊപ്പം 35,000 രൂപ വിലമതിപ്പുള്ള വസ്തുക്കൾ വരെ നികുതി കൂടാതെ കൊണ്ടുവരാൻ അനുമതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സ്ക്രീനുള്ള ടെലിവിഷൻ സെറ്റുകൾ പ്രവാസികൾ ധാരാളമായി കൊണ്ടുപോയിരുന്നത്. ഈ ആനുകൂല്യം ഓഗസ്റ്റ് 26 എടുത്തുകളയാനാണ് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം 35,000 രൂപ വരെ വിലയുള്ള വസ്തുക്കൾക്ക് 35% നികുതി ഈടാക്കും. ദുബായ് ഉൾപ്പെടെ വിദേശ നഗരങ്ങളിൽ നിന്ന് പോയ വർഷം മാത്രം 1 മില്യൺ ടെലിവിഷൻ സെറ്റുകൾ ഇന്ത്യയിൽ എത്തിയെന്നാണ് കണക്ക്. MCA നാസർ, മീഡിയ 1, ദുബായ്. ബാഗേജ് ആനുകൂല്യം 30 കിലോയിൽ നിന്നും 20 കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഈ മാസം 22 മുതൽ ഇളവ് പിൻവലിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് എയർ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ അനുവദിച്ചിരുന്ന ബാഗേജ് 30 കിലോയിൽ നിന്ന് 20 കിലോ ആയി വെട്ടിക്കുറച്ചത് മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. ഓഗസ്റ്റ് 22 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ടിക്കറ്റ് എടുക്കുന്നവർ 30 കിലോ ബാഗേജ് കൊണ്ടുപോകണമെങ്കിൽ അധികമായി 30 ദിർഹം നൽകിയിരിക്കണം. ബാഗേജ് വെട്ടിക്കുറച്ച എയർ ഇന്ത്യ നടപടിക്കെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബാഗേജ് വെട്ടിക്കുറച്ചതെന്നാണ് എയർ ഇന്ത്യയുടെ വാദം. അതേസമയം മറ്റു വിമാന കമ്പനികളെല്ലാം 30 കിലോ ബാഗേജ് അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 22 മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തവർക്ക് 30 കിലോ ബാഗേജ് ആനുകൂല്യം ലഭിക്കും. ഇവർ അധികമായി 30 ദിർഹം നൽകേണ്ടതില്ല. ഓഗസ്റ്റ് 22 മുതൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് 20 കിലോ ബാഗേജ് സൗകര്യം മാത്രമേ ലഭിക്കൂ. അധികമായി 10 കിലോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ 30 ദിർഹം ടിക്കറ്റ് നിരക്കിനൊപ്പം നൽകിയിരിക്കണം. മീഡിയ 1, ദുബായ്.
ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ബാഗേജ് അലവൻസ് എയർ ഇന്ത്യ എക്സ്പ്രസ് കുറച്ചതിനെതിരെ അബുദാബിയിൽ പ്രതിഷേധം. 30 കിലോയിൽ നിന്നും 20 കിലോയാക്കി വെട്ടിച്ചുരുക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനാഭിപ്രായ സദസ്സിൽ പുതിയ തീരുമാനം പിൻവലിക്കണമെന്ന അഭിപ്രായം ഉയർന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും വ്യോമയാന മന്ത്രി അജിത് സിംഗിനെയും നിവേദനം സമർപ്പിക്കാൻ പോകുന്ന സംഘത്തിൽ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് പി ബാവ ഹാജിയും ചേരും. ഈ വർഷത്തെ ഹജ്ജിനുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം സെപ്റ്റംബർ 21 ഹറമിലെത്തുമെന്ന് സൗദി ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ആദ്യ സംഘം എത്തുകയെന്ന് ഹജ്ജ് കമ്മിറ്റി അംഗം സഅദ് ജമീൽ അൽ ഖുറൈഷി പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹാജിമാരാകും എത്തുക. ഹജ്ജിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഹറമുകളിൽ പുരോഗമിക്കുകയാണ്. ആഭ്യന്തര ഹാജിമാരുടെ എണ്ണം 50%, വിദേശ തീർത്ഥാടകരുടെ എണ്ണം 20% കുറയ്ക്കാനാണ് ഇക്കുറി തീരുമാനിച്ചിരിക്കുന്നത്. മക്ക, ഹറമിലും മത്താഫിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് തീർത്ഥാടകരുടെ എണ്ണം കുറച്ചത്. വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ തുണീഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇക്കുറി ഹാജിമാരെ അയക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഹാജിമാർക്കായി ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2000 ബസ്സുകൾ കരാറടിസ്ഥാനത്തിൽ സൗദിയിലേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. മധ്യവേനലിൽ തുറസായ സ്ഥലത്ത് പണിയെടുക്കുന്നവർക്ക് 12 മണി മുതൽ 3 മണി വരെ ഒഴിവ് നൽകണമെന്ന തൊഴിൽ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പരിശോധനയിൽ 24 സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചതായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പരിശോധന ഈ മാസം അവസാനം വരെ തുടരും. തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ജൂലൈ 1 മുതൽ ആഗസ്റ്റ് അവസാനം വരെ ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഒഴിവ് നൽകണമെന്നായിരുന്നു സൗദി തൊഴിൽ നിയമം. ഇത് ലംഘിച്ച സ്ഥാപനങ്ങൾക്കെതിരെ 236 അനുച്ഛേദമനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പരിശോധനാ ഓഫീസ് മേധാവി ഫൈസൽ അൽ ഉതൈബി പറഞ്ഞു. ഗ്യാസ്, പെട്രോൾ കമ്പനികൾ, അവശ്യസേന അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് മാത്രമാണ് നിയമത്തിൽ ഇളവനുവദിച്ചിരുന്നത്. അത്തരം സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ സംരക്ഷണത്തിനാവശ്യമായ മുൻകരുതലെടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. നിയമം പാലിച്ച സ്ഥാപനങ്ങളെ മന്ത്രാലയം പ്രശംസിച്ചു. നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം ആവർത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ 9200001173 എന്ന നമ്പറിൽ അറിയിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, ജിദ്ദ. 100-ൽ താഴെ തൊഴിലാളികളുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും പാസ്പോർട്ട് വകുപ്പ് അബ്ഷിർ ഇലക്ട്രോണിക് സംവിധാനം നിർബന്ധമാക്കുന്നു. ഇതിനായി ഇത്തരം സ്ഥാപനങ്ങൾ പാസ്പോർട്ട് സേവനം ലഭിക്കാൻ അബ്ഷിർ ഇലക്ട്രോണിക് സംവിധാനത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. തൊഴിലാളിയുടെ ഇക്കാമ പുതുക്കൽ, റീ എൻട്രി, വിസ റദ്ദാക്കൽ തുടങ്ങിയവയ്ക്ക് സെപ്റ്റംബർ 7 മുതൽ പേപ്പർ വർക്കുകളൊന്നും സ്വീകരിക്കുകയില്ലെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റിലെ മാധ്യമകാര്യ ഓഫീസ് ഔദ്യോഗിക വക്താവ് കേണൽ അഹമ്മദ് അൽ ലിഹദിയാൻ പറഞ്ഞു. നിശ്ചയിച്ച നിബന്ധനകൾ പൂർത്തിയാക്കുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ റീ എൻട്രി, ഇക്കാമ പുതുക്കൽ തുടങ്ങിയ നടപടികൾ പാസ്പോർട്ട് ഓഫീസിൽ പോകാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. മശായർ മെട്രോ കേസ് ഒത്തുതീർക്കാൻ നീക്കം. ഹജ്ജിന്റെ പുണ്യനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മശായർ മെട്രോ കമ്പനിക്കെതിരെ 125 ഹജ്ജ് കമ്പനികൾ സമർപ്പിച്ച കേസാണ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടക്കുന്നത്. അറഫ, മിന, മുസ്തലിഫ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെട്രോ സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ഹജ്ജ് സീസണിൽ തിക്കും തിരക്കുമുണ്ടായിരുന്നു. ഇത് കാരണം തങ്ങളുടെ തീർത്ഥാടകർക്ക് മതിയായ സേവനം ലഭ്യമായില്ലെന്നാണ് ഹജ്ജ് കമ്പനികൾ പരാതി നൽകിയിരുന്നത്. 125 കമ്പനികൾക്ക് 500 ദശലക്ഷം റിയാൽ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് കേസിൽ ആവശ്യപ്പെട്ടിരുന്നത്. പെർമിറ്റില്ലാതെ ഹജ്ജിനെത്തിയ അനധികൃത ആഭ്യന്തര തീർത്ഥാടകരുടെ തിക്ക് കാരണം വിദേശ ഹാജിമാർക്ക് മെട്രോ സ്റ്റേഷനുകളിൽ കയറാൻ സാധിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമായത്. അറഫയിലെ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം തമ്പടിച്ചിരുന്ന പെർമിറ്റില്ലാത്ത ഹാജിമാർ അറഫ ദിനം സൂര്യാസ്തമയത്തിന് ശേഷം കൂട്ടത്തോടെ സ്റ്റേഷനുകളിൽ കയറിപ്പറ്റാനും ടിക്കറ്റില്ലാതെ മെട്രോ സേവനം ഉപയോഗിക്കാനും ശ്രമിച്ചതാണ് വിദേശ ഹാജിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്നാൽ സാങ്കേതിക തകരാറ് മൂലമുണ്ടായ പ്രശ്നങ്ങൾ വരും വർഷങ്ങളിൽ ആവർത്തിക്കില്ലെന്ന നിബന്ധനയിൽ ഹജ്ജ് മന്ത്രാലയത്തിന്റെ മധ്യസ്ഥതയിൽ പ്രശ്നം രമ്യതയിലെത്തിക്കാനാണ് അധികൃതരുടെ ശ്രമം. മീഡിയ 1, ജിദ്ദ.